എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡ് സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സ്ക്രീനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രൈഡേയിൽ നമ്മൾ സെലക്ട് ചെയ്ത ഷെയറുകളാണ് ഇന്ന് ട്രേഡിങ്ങിന് വേണ്ടി. അതിൽ 2 ഷെയർ നമുക്ക് ഇന്നത്തെ ആവറേജ് ചെയ്യുന്ന ചാൻസ് ഉണ്ടാകുന്ന താഴോട്ട് പോകാൻ. ഈ ശ്രീലദേശ് എന്ന് പറയുന്ന ഷെയർ, വാബാഗ് എന്ന് പറയുന്ന ഷെയർ, ഈ ഷെയർ ആവറേജിന് താഴെ 2 രൂപയൊക്കെ തന്നെങ്ങനെ 2 രൂപ താഴെ ക്ലോസിങ് വന്നു. പക്ഷേ അതിനകത്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് ടൈമിലാണ് വന്നത്. ഇതിനകത്ത് ഈ റേഞ്ചിൽ നിന്ന് താഴെ പോയ സമയത്ത് ഏകദേശം ഒരു 8-9 രൂപ താഴെ പോയി കിട്ടിയായിരുന്നു. അപ്പോൾ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമായിരുന്നു. ആ റേഞ്ചിൽ നമ്മൾ സെല്ല് ചെയ്തായിരുന്നെങ്കിൽ ഞാൻ ആ റേഞ്ചിൽ 1000 ഷെയർ സെല്ല് ചെയ്ത് കവർ ചെയ്തായിരുന്നു. ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതുപോലെ ബാക്കിയുള്ള ഷെയറിനകത്തുനിന്ന് ഏകദേശം ഒരു 8-9 ഷെയർ, നമ്മൾ 20 ഷെയർ എടുത്തതിൽ 9 ഷെയറോളം നമുക്ക് നമ്മൾ പറയുന്ന രീതി ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് കാണിക്കാൻ കുറച്ച് ഷെയറുകൾ. ഇപ്പോൾ ആവറേജ് വന്നിട്ട് തിരിഞ്ഞതൊന്ന് വാബാഗ് എന്ന് പറയുന്ന ഷെയർ ആയിരുന്നു. വാബാഗ് മോർണിംഗിലെല്ലാം ഡൗൺ ട്രെൻഡിലായിരുന്നു. അതിന് ശേഷം ഈ സമയമായപ്പം 1:30 ആയപ്പോൾ അത് ഹൈ അടിച്ചു. അതിന് ശേഷം കണ്ടിന്യൂസ് ഇറങ്ങുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ എൻട്രി എടുക്കുന്നില്ല. നമ്മൾ ചെയ്യുന്നത് 643 കട്ട് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കുക. 643 കട്ട് ചെയ്ത് നമ്മൾ എൻട്രി എടുത്തു. 635 അടുത്ത് ഏകദേശം 7-8 രൂപയ്ക്കടുത്ത് പ്രോഫിറ്റ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന രീതിയിൽ കീരി ഇൻഡസ്ട്രീസ് കണ്ടില്ല, ഓപ്പണിങ് ഹൈ ആയിരുന്നു. ഇവിടെ കട്ട് ചെയ്തു. 350 യെസ്റ്റർഡേ ഹൈ കട്ട് ചെയ്തു. നമ്മൾ എൻട്രി എടുത്താൽ ഈ റേഞ്ചിൽ നിന്ന് 351 തന്നെ 338 വരെ 38-65 ഏകദേശം 12 രൂപ പ്രോഫിറ്റ് 1 മണിക്കൂറിനുള്ളിൽ തന്നെ തരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കറങ്ങി അടിച്ച് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി. നമ്മളിവിടെ വീണ്ടും എൻട്രി എടുത്താൽ, തിരിച്ചിറങ്ങുന്ന സമയത്ത് എൻട്രി എടുത്താൽ ഇവിടുന്ന് വീണ്ടും 351 റേഞ്ച് തന്നെ 343 338 ലാസ്റ്റ് ടൈം ആയപ്പോൾ 338 റേഞ്ചിലാണ് അത് ക്ലോസിങ് വന്നിരിക്കുന്നത്. 338-39 റേഞ്ചിൽ നല്ല രീതി 2 പ്രാവശ്യം, ഇവിടെ 1 പ്രാവശ്യം, 2 പ്രാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയേനെ. അതിന് ശേഷം ഏഥർ എന്ന് പറയുന്ന ഷെയർ, ഈ ഷെയർ ഒരു 10-12 ദിവസം എന്തോ ഇത് ഞാൻ ഡെലിവറി കോൾ കൊടുത്ത ഷെയറായി 794. ഇന്നത് ഹൈ അടിച്ചത് 949. ഇവിടോട്ട് നോക്കിയാൽ മതി. ആ ക്യാൻഡിൽ വെക്കുമ്പം 949. 10-12 ദിവസം തന്നെ ഏകദേശം നല്ല പ്രോഫിറ്റ്, സൂപ്പർ പ്രോഫിറ്റ് എന്ന് തന്നെ പറയാം. 794 949 എന്ന് പറയുമ്പോൾ ഏകദേശം 155-156 പോയിൻ്റ് ഒരു ഷെയർ അതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് പക്ഷേ നമ്മളതിനകത്ത് സെല്ലിങ് ചാൻസ് കിട്ടുവാണെങ്കിൽ എൻട്രി ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് സെല്ലിങ് ചാൻസ് തന്നിട്ടുള്ള അതിൻ്റെ ലെവല് 938-60. അതിന് ഇവിടോട്ട് നോക്കിയാൽ മതി. 938-60. അത് ഇത് 938 കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു എൻട്രി എടുത്താൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് 917 വരുന്നുണ്ട്. 20 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ അത് ട്രേഡായി. ഇതൊക്കെ ആവറേജ് റേഞ്ച് ചെയ്യുന്ന വീണ്ടും ലാസ്റ്റ് ടൈം ആയപ്പോഴത്തേന് 901 ഏകദേശം 36-37 രൂപ പ്രോഫിറ്റ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തിത്താഗ്ര എന്ന് പറയുന്ന ഷെയർ, ഓപ്പണിങ് പ്രീവിയസ് ഡേ ഹൈയുടെ താഴെയാണ്. അതിനുശേഷം താഴോട്ട് പോയി, അതിനുശേഷം കയറി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. അതിനുശേഷം താഴെ ഇറങ്ങുന്ന സമയത്ത് 1073 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ ഏകദേശം 1 മണിക്കൂറിൽ തന്നെ 1058.
15 രൂപ. അതിനുശേഷം വീണ്ടും ആവറേജ് റേഞ്ചിലായിരിക്കാൻ പോയത്. അതിനുശേഷം 1048, 73, 25-26 രൂപ. ഇവിടെ ഇതിലും പ്രോഫിറ്റ് നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയേനെ. അതുപോലെ എക്സ്പ്രോ ഇന്ത്യ ഓപ്പണിങ് താഴെ എന്നതിന് ശേഷം നേരെ പോയി R1 അടിച്ചു. R1 അടിച്ച് ഇവിടുന്ന് ഇറങ്ങുന്ന സമയം നമ്മളിവിടെ എൻട്രി എടുത്താൽ 1187 എടുത്താൽ ഏകദേശം ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ 1167 വരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അത് 1184-85 റേഞ്ച് വരുന്നുണ്ട്. ലാസ്റ്റിൽ അത് ഇവിടെ 1140 വരെ വന്നപ്പോൾ ഈ 1184 എന്ന് 87, 86 ആ റേഞ്ചിൽ 40 വരെ 40-45 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. വീണ്ടും അത് തിരിച്ച് കയറി ലാസ്റ്റ് ടൈം ആയപ്പോഴത്തേന് വീണ്ടും അത് ഹൈയിൽ വന്നിട്ടുണ്ട്. എക്സ്പ്രോ ഇന്ത്യ ഇതിൽ നല്ല പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം JKIL പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് ഓപ്പണായി മുകളിൽ പോയി. അതിനുശേഷം R1 അടിച്ചു. അതിനുശേഷം R1 മുകളിൽ ചെറിയൊരു ഹൈ അടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നു. ഇവിടുന്ന് ഏകദേശം 502 റേഞ്ചിലൊരു എൻട്രി എടുത്താൽ 495, 494, 491 റേഞ്ചിലോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ 10-11 രൂപ അതിലും പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഇതിലൊന്നും അതിനുശേഷം ഹൈ അടിക്കുന്നില്ല. നമ്മൾ ഒരു എൻട്രി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് ഹൈ അടിക്കുമോ ഇല്ല അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ലെവൽ കട്ട് ചെയ്ത് വന്ന് എൻട്രി എടുക്കുക, അതിന് മുകളിൽ അന്നേരം വന്ന ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. അഥവാ അടിച്ച് പോയെങ്കിൽ നമുക്ക് വീണ്ടും അതിനകത്ത് ചാൻസ് കിട്ടുമ്പോൾ വീണ്ടും എൻട്രി ചെയ്യുക. പേടി മാറണം. പേടിച്ച് പോയെങ്കിൽ പരിപാടി കഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ജൂബിലൻറ്റ് ഫാർമ താഴെ ഓപ്പണായിട്ട് പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. R1 പോയില്ല, ഇവിടെ കട്ടായി. പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വന്നപ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ 522 എൻട്രി എടുത്താൽ 505 റേഞ്ച് വരെ വരുന്നുണ്ട്. 522 റേഞ്ചിൽ നിന്ന് 505 വരെ ഏകദേശം 17 രൂപ പ്രോഫിറ്റ് അത് കാണിക്കുന്നത്. അതിനുശേഷം വീണ്ടും അത് തിരിച്ച് കയറിപ്പോയി. കയറിപ്പോകുമ്പോൾ ശ്രദ്ധിച്ച ഇത് കണ്ടില്ലേ, മുകളിൽ പോയി. അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈയിൽ സപ്പോർട്ട് എടുത്തിട്ട് നിൽക്കുമായിരുന്നത്. അതിനുശേഷം സിഗ്നിക് ടെക് എന്ന് പറയുന്ന ഷെയർ അത് 2 പ്രാവശ്യം ചാൻസ് വന്നിട്ടുണ്ട്. വൺ സൈഡ് മൂവ്മെൻറ്റ് അപ്പിൽ പോയി പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്തു, R1 കട്ട് ചെയ്തു, R2 പോയില്ല. R1 താഴെ വന്നപ്പോൾ നമ്മളിവിടെ ഒരു എൻട്രി എടുത്താൽ 1134 റേഞ്ച് എൻട്രി എടുത്താൽ 1119, 15 രൂപയ്ക്ക് അടുത്ത് ഇവിടെ പ്രോഫിറ്റ് ഇടുന്നു. അതിനുശേഷം വീണ്ടും പോയി ഹൈ അടിച്ചു. ഹൈ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ഒന്നിൽ ഈ ലെവൽ കട്ട് ചെയ്തിട്ട് തിരിച്ചിറങ്ങുന്നത് നോക്കണം. അതല്ല എങ്കിൽ വീണ്ടും പഴയ ലെവൽ തന്നെ തിരിച്ചിറങ്ങും. വീണ്ടും അത് പഴയ ലെവൽ കട്ട് ചെയ്തു. 22 ഇവിടുന്ന് 31, 22 ഏകദേശം 12 രൂപ ഇവിടെ രണ്ടാം പ്രാവശ്യം കിട്ടുന്നുണ്ട്. പിന്നെ മൂന്നാം പ്രാവശ്യം വീണ്ടും വരുന്നുണ്ട്. വീണ്ടും വന്നിട്ട് വീണ്ടും കട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് 34 വീണ്ടും 20 3 പ്രാവശ്യം അതിനകത്ത് ചാൻസ് കിട്ടുന്നുണ്ട്. ഇത് പക്ഷേ നമ്മൾ നോക്കിയിരിക്കണം. നമുക്ക് നമ്മുടേതായിട്ടൊരു മൂവ്മെൻറ്റ് കിട്ടുന്ന ഷെയർ കണ്ടാൽ അത് അന്നേരം നമ്മൾ അടുപ്പിച്ച് സ്ക്രീനിൽ ഇട്ടിട്ട് അത് വാച്ച് ചെയ്ത് ലെവൽ വരുമ്പോൾ നമ്മൾ എൻട്രി ചെയ്യുക. സിമ്പിളായിട്ടുള്ള കാര്യം. പക്ഷേ പറയുമ്പോൾ സിമ്പിളാണ്. മാർക്കറ്റ് ടൈമിൽ നമ്മളത് നോക്കുമ്പോൾ നമുക്ക് അത്ര പെട്ടെന്ന് അതത്ര സെറ്റാകത്തില്ല തന്നെ. 2-3 ഷെയർ നോക്കിക്കൊണ്ടിരിക്കുമ്പം ലെവൽ വന്നിട്ട് ഇറങ്ങുന്നത് പെട്ടെന്ന് നമുക്ക് ശ്രദ്ധയപ്പെടത്തില്ല. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ കൊണ്ടുവരണം ആ കാര്യങ്ങൾ. അപ്പം ഇനിയുണ്ട് കുറേ ഷെയറുകൾ. സെൻസാർ ടെക്നോളജി, പിന്നെ എക്സ്ചേഞ്ചിങ് സൊല്യൂഷന്, അതൊക്കെ നമുക്ക് ചാൻസുകൾ അപ്പോൾ നമുക്ക് ഇത്രയും കണ്ടു ഇന്നത്തെ ദിവസത്തെ. നാളെ നമുക്ക് ചാൻസ്
തരാൻ സാധ്യതയുള്ള ഷെയറുകൾ നോക്കാം. ഇതാണ് നാളത്തെ ഷെയറുകൾ. നമ്മൾ 21 ഷെയർ എടുത്തിട്ടുണ്ട്. അതിൽ 3 ഷെയർ ആവറേജ് വന്നിട്ട് ഇറങ്ങാൻ ചാൻസ് ഉള്ള ഷെയറുകളാണ്. അപ്പോൾ ഈ 3 ഷെയർ ശ്രദ്ധിക്കുക, ആവറേജിന് വന്നിട്ട് താഴെ ഇറങ്ങുന്നത് നോക്കുക. ബാക്കിയുള്ള ഷെയറുകളെല്ലാം പ്രീവിയസ് ഡേ ഹൈ, അതായത് ഈ റേഞ്ചിൽ നിന്ന് താഴോട്ട് പോവുകയാണെങ്കിൽ മുകളിൽ വന്നിട്ട് താഴോട്ട് പോവുക, അതല്ലെങ്കിൽ R1 R2 ഈ റേഞ്ചിൽ വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. ഏറ്റവും പ്രധാനം, നമ്മൾ എപ്പോൾ എൻട്രി എടുത്താലും ആ സമയത്തെ ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയത്തില്ലല്ലോ ഏതെങ്കിലും ഷെയറിനകത്ത് മൂവ്മെൻറ്റ് ന്യൂസ് ബേസ്ഡ് ആണെങ്കിൽ ചിലപ്പോൾ ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും. അത് നമ്മൾ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ചിലപ്പോൾ ഹെവി ലോസ് ഒക്കെ. അപ്പോൾ അത് എപ്പോഴും നമ്മൾ എൻട്രി എടുക്കുമ്പോൾ ആ സമയത്ത് ഹൈയിൽ കൊണ്ടുപോയി സ്റ്റോപ്പ് ലോസ്, ഹൈയുടെ മുകളിൽ. നാളെ തന്നെ HOVS ഭാഗ്യനഗർ ടൈംസ് ഗ്യാരണ്ടി. നാളെ കുറേ ചെറിയ ഷെയറുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ചെറിയ ഷെയറാണെന്ന് പറഞ്ഞാലും ഇന്ന് 20% മൂവ്മെൻറ്റ് തന്ന ഷെയറുകൾ. അപ്പോൾ അതിനകത്തൊന്നും നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ R2 റേഞ്ചിൽ നിന്ന് നമ്മൾ നോക്കണം. ഈ റേഞ്ചിൽ നിന്ന് 5% ഏത് റേഞ്ചാണുള്ളത് അവിടെ നിന്ന് ചാൻസ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അത് ശ്രദ്ധിക്കണം പ്രത്യേകം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തെ ഷെയർസ്, നാളെ ട്രേഡിങ്ങിന് ചാൻസ് ഉള്ള ഷെയർസുകൾ. അപ്പം എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.